നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഖയ്യിമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഖയ്യിമെന്നുള്ളതിന് ഇപ്പൊ നമ്മൾ നേരെ ചൊവ്വേ എന്നുള്ള അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. മറ്റൊരു തഫ്സീറും കൂടെ അതിനുണ്ട്. അതായത് ഖയ്യിമെന്ന് പറഞ്ഞാൽ മുഹൈമിനൻ. ഈ വിശുദ്ധ ഖുർആൻ അതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ ഗ്രന്ഥങ്ങളെയും അതിൻ്റെ എല്ലാം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിട്ട് വന്ന ഗ്രന്ഥമാണ്. ഇനി ആ ഗ്രന്ഥങ്ങൾക്ക് പ്രസക്തിയില്ല. അതിൻ്റെ ശേഷം അവയുള്ള കാര്യങ്ങളെയൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് വന്ന ഗ്രന്ഥമാണ്. ഇത് വന്നതോടുകൂടി അത് പോയി. അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിലുള്ള എല്ലാത്തിനെയും സത്യപ്പെടുത്തിക്കൊണ്ട് ഖയ്യിമായ, എല്ലാത്തിൻ്റെയും നേതാവായി നിലനിൽക്കാനും പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് വിശുദ്ധ ഖുർആൻ. അതും കൂടെ അതിൻ്റെ ഒരു തഫ്സീറിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മുൻ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്താൻ വന്നതാണ്, കളവാക്കാൻ വന്നതല്ല. പക്ഷെ ഖുർആൻ വന്നതോടുകൂടി ആ ഗ്രന്ഥങ്ങളൊക്കെ എന്തായി? അത് പിന്നെ അതിൻ്റെതായ സ്ഥാനത്ത് നിന്ന് പോയി. ഖുർആൻ ഇറങ്ങിയതോടുകൂടി അവയെല്ലാം പോയി. ഇനി ഖുർആൻ മാത്രമാണ് അംഗീകരിക്കേണ്ടുന്ന, അഥവാ അതനുസരിച്ചാണ് ഇനി അമൽ ചെയ്യേണ്ടത്. മറ്റുള്ളതൊക്കെ അള്ളാഹുവിങ്കൽ എന്ന അവതീർണമായ ഗ്രന്ഥങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഏത് ഇന്ന് നിലവിലുള്ള തോറയും ബൈബിളും ഒന്നല്ല, മറിച്ച് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അതൊക്കെ ആരവതരിപ്പിച്ചതന്നെയാണ്? അള്ളാഹു അവതരിപ്പിച്ചത് തന്നെയാണ്. അപ്പൊ ഖയ്യിമൻ എന്നുള്ളതിന് ആ നിലക്കുള്ളൊരു തഫ്സീർ കൂടി ഉണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവർത്തനം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി തീരണമെങ്കിൽ അതിനുള്ള നിബന്ധന ഈമാൻ അടിത്തറയായിട്ടുണ്ടാകണം. അതാണ് വൈബശ്ശിറൽ മോമിനീന എന്ന് പറഞ്ഞത്. അവിടെയൊക്കെ നമ്മൾ നല്ലോണം നമ്മൾ പഠിക്കണം, നമ്മളെ മനസ്സിൽ വരണം അതൊക്കെ. ഈമാൻ ശരിയാവാതെ ഒരാൾ എന്താ അമലിയിട്ടും കാര്യമല്ല. ഈമാൻ ശരിയല്ല, വിശ്വാസം ശരിയായിട്ടില്ല, അവൻ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവനിൽ കൂഫറുണ്ട്, പിന്നെ അവൻ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? അതൊന്നല്ല, അത് എന്തായാലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ മതി, എല്ലാവരും സ്വർഗത്തിൽ തന്നെയാണ് എന്നുള്ള സർവമത സത്യവാദവും മറ്റു കാര്യങ്ങളൊക്കെ ആളുകൾ കൊണ്ടുവരുന്നില്ലേ? ആളുകൾ നല്ലത് ചെയ്താൽ പോരെ? ആളുകൾ നല്ലത് ചെയ്താൽ പോരെ? നല്ലത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ ഈ നല്ലത്? നല്ലതാവണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമമാണ്, അതിന്റെ ഉപാധിയാണെന്ത്? അള്ളാഹു പരിചയപ്പെടുത്തിയ ഈമാൻ വേണമെന്ന്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അന്നലക്ക് യഅ്മലൂന സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ഇനി സൽക്കർമ്മമായി തീരണമെങ്കിൽ തന്നെ എന്ത് വേണം? അത് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതായിരിക്കണം. ഒരമല് സൽക്കർമ്മമാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ നമുക്ക് അധികാരമൊന്നുമില്ല. അത് തീരുമാനിക്കേണ്ട അതോറിറ്റി ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹു അവൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരണം. അതിന് വിരുദ്ധമായ ഒരു കർമ്മവും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നല്ലതല്ലേ, ഒരു നിസ്കാരല്ലേ, ഒരു നോമ്പല്ലേ, അല്ലെങ്കിൽ ഒരു ദിക്റല്ലേ, അല്ലെങ്കിൽ ഒരു സ്വലാത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ വകയായിട്ടൊന്നുണ്ടാക്കി എന്നിട്ട് അത് ചൊല്ലിയാൽ അതിന് ഇത്ര പുണ്യുണ്ട്, ഇന്ന മഹത്വമുണ്ട്, ഇത്ര എണ്ണം ചൊല്ലുക, ഇന്ന നേരത്ത് ചൊല്ലുക, ഇന്ന വിധത്തിൽ നിർവഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ പുണ്യവും മഹത്വവും വണ്ണൊക്കെ പറഞ്ഞുണ്ടാക്കാൻ പാടില്ല. അള്ളാഹ് നിശ്ചയിച്ചു തരണം. എനിക്കിങ്ങനെ തോന്നുകയാണ്, ഇപ്പോൾ സുബൈക്ക് എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇന്ന് നല്ല ഉന്മേഷമുണ്ട്. എന്തപ്പം എന്നൊരു 4 റക്അത്ത് അന്ന് ഞാൻ സുബഹിസ്കരിക്കണം. ആക്കെ നല്ല കുളിച്ച് കുട്ടപ്പനായി ഉഷാറായിട്ട് ഒരാളിങ്ങനെ അന്ന് 4 റക്അത്ത് സുബഹി അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കും. നിസ്കരിച്ചാൽ നരകത്തിൽ കാണുമോ? അയാളിപ്പോൾ എന്ത് ചെയ്ത്? കള്ളുടിച്ച? വേറെന്തെങ്കിലും തോന്നിയാസം ചെയ്തോ? 2 ഫാത്തിഹ അധികം ഓതി, 4 സുജൂദ് അധികം കിട്ടി, 2 റുക്കൂ അധികം കിട്ടി, പല തെറ്റുണ്ടോ? ഇതെന്തേ? എന്താണ് പ്രശ്നം? ഇവിടെ അള്ളാഹിന്റെ റസൂലിന്റെ മാതൃകയില്ലാത്തത് ചെയ്തു. അപ്പോൾ ഒരു അമല് സൽക്കർമ്മമായി തീരണമെങ്കിൽ ഒന്നെന്ത് വേണം? അത് അള്ളാഹിന്റെ റസൂലിന്റെ മാതൃക ഉണ്ടാകണം. 2, അത് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. വേറെ ആർക്കാലും വേണ്ടി ചെയ്തിട്ട് അള്ളാഹിന്റെ അടുക്കൽ അത് സ്വീകാര്യമാവില്ല. അതാണ് ഇഖ്ലാസ് വേണം എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത കാര്യം സുബഹി തന്നെ ഞാൻ നിസ്കരിച്ച 2 റക്അത്ത് തന്നെ നിസ്കരിച്ചുള്ളൂ. പള്ളിയിൽ 1-ാം സഫിൽ ഞാൻ ഉണ്ടായിരുന്നു, ഒക്കെ നല്ല കാര്യം ചെയ്ത്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇച്ചിരി ചെറിയൊരു തോന്നലുണ്ടായിരുന്നു. എന്താ? ഇയാൾ ഉഷാറാട്ടോ, ആൾക്കാർ പറയണം ഇപ്പരാ എന്തെന്നായാലും പള്ളിയിലെ സമയത്തുണ്ടാവും, 4 ആൾ പറയണമെന്ന് എൻ്റെ മനസ്സിലൊരു ചെറിയ തോന്നലുണ്ടായ ശൈത്താൻ പൊട്ടിച്ചിരിച്ചു. നമ്മളെ അമല് പോയി. എന്താ അവിടെ നഷ്ടപ്പെട്ടത്? ഇഖ്ലാസ് പോയി. അപ്പൊ ഇഖ്ലാസും വേണം,
ചെയ്യുന്ന അമലിന് നല്ല മാതൃകയും വേണം. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, എന്ത്? ശരിയായ ഈമാൻ അടിത്തറയായിട്ടുണ്ടാകണം. ഇതൊക്കെ ശരിയായി, പക്ഷെ അയാൾക്ക് ഈമാനില്ല, അയാൾ ശിർക്കും കുഫറും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോഴും അത് ബാത്തിലായി. ഈ 3 കാര്യമുണ്ട്. എന്താവണമെങ്കിൽ അമലൂന സ്വാലിഹാത്തി എന്നൊരാളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെവർക്കാണ് എന്ത്? അന്നലഹും അജ്റൻ ഹസന, അവർക്ക് എന്തുണ്ട്? നല്ല പ്രതിഫലമുണ്ട്, സ്വർഗമുണ്ട്.